കൊച്ച് ഉറങ്ങുന്ന സമയത്തെല്ലാം പഠിത്തമായിരുന്നു. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. ചെറിയ നോട്ട് എഴുതുമായിരുന്നു. നോട്ടിനായിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും വീണ്ടും എടുത്ത് കാണും, എഴുതി പഠിക്കാൻ ആയിരുന്നു. കോട്ടയം ജില്ലയിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 18ാം റാങ്ക് മേടിച്ചുകൊണ്ട് അഡ്വൈസുമ്മ കൈപ്പറ്റിന്നുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുശ്രീയുടെയും കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുശ്രീ 2019 അല്ലേ? 2019 ഡിസംബറിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് വരുന്നത്. 19 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ അല്ലേ നമുക്ക് ആ ഒരു ആദ്യം നമ്മുടെ യൂട്യൂബിൽ ക്ലാസ് കണ്ടപ്പോഴത്തേക്കാണ് നമ്മുടെ കോണ്ടാക്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ 2019 നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും പരീക്ഷ നടക്കുന്ന 21-ലാണ്. അപ്പോൾ ഇടയ്ക്ക് കോവിഡിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ ഒരുപാട് പേര് പിറകോട്ട് പോവുകയും അതുപോലെ കുറേ ആൾക്കാർ മത്സരത്തിൽ തന്നെ നിൽക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മത്സരത്തിൽ പുറകോട്ട് പോകാതെ നമ്മളിവിടെ പിടിച്ചു നിർത്തിയത് എന്താണ് അനുശ്രീയെ? പിടിച്ചു നിർത്തിയത് ജോലി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വന്നു ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വീട്ടിലായി അല്ലേ? കുറേ ആൾക്കാരൊക്കെ ഒരു എൻജോയ്മെന്റ് മൂഡ്, കുറേ ആൾക്കാരൊക്കെ ആകെ സ്ട്രെസ് ഉള്ള സിറ്റുവേഷൻ. പക്ഷെ നമ്മൾ ആ സമയത്ത് പഠിക്കുകയായിരുന്നു അല്ലേ? നമ്മൾ ആ സമയത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തെ പ്രിപ്പറേഷൻ, ശരിക്കും പറഞ്ഞാൽ അത്രയും ലോങ് ടേം ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സ്പെഷ്യലി നമുക്ക് ഇത്തരത്തിലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി അനുശ്രീയെ പ്രധാനമായിട്ട് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ് 60ാമത്തെ ദിവസം തൊട്ടാണ് സാറിൻ്റെ യൂട്യൂബ് കണ്ടു തുടങ്ങിയത്. അപ്പം തന്നെ സാറിനെ വിളിച്ച് അപ്പം അങ്ങനെയാണ് ക്ലാസ്സിന് ചേർന്നത്. പക്ഷെ അമ്മ, അച്ഛൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയിരുന്നു കൂടുതൽ. കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിലാണ് 6 മാസം മുതൽ പഠിച്ചു തുടങ്ങി. കുഞ്ഞിന്റെ 1 വയസ്സിലായിരുന്നു എക്സാം. അത്രയും ഒരു കഠിനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കാനൊക്കെ സമ്മതിക്കുമായിരുന്നോ കുട്ടി? സമ്മതിക്കും? കുഴപ്പമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. പ്രധാനപ്പെട്ട അനുശ്രീന്റെ മെത്തേഡ് ഓഫ് സ്റ്റഡീസ് ഒന്ന് പറയാമോ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി? കാണാതെ പഠിക്കുക, പിന്നെ കൊച്ച് ഉറങ്ങുന്ന സമയത്തെല്ലാം പഠിത്തമായിരുന്നു. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു. ചെറിയ നോട്ട് എഴുതുമായിരുന്നു. നോട്ടിനായിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വീണ്ടും വീണ്ടും എടുത്ത് കാണും, എഴുതി പഠിക്കാൻ ആയിരുന്നു. അതുപോലെ നമ്മൾ ഓരോ ക്ലാസ്സും കഴിഞ്ഞ് നടത്തുന്ന എക്സാമിനേഷൻ നമ്മൾ റിവൈസ് ചെയ്യാൻ പറയൂലേ, റിപ്പീറ്റ് ചെയ്യാൻ പറയൂലേ? അപ്പോൾ അതൊക്കെ ചെയ്തവർക്ക് അതിന്റെ പ്രയോജനം വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് അവസാനത്തെ മോഡൽ ടെസ്റ്റുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിജയം അനുശ്രീക്ക് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത്? അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വിജയത്തിന് പിന്നിൽ അവരെല്ലാവരും ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? എല്ലാവരും സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോൾ പഠിക്കണമെന്നുള്ളൊരിതുണ്ട്, തോന്നൽ നമുക്ക് വന്നോളും. സാറിന്റെ എക്സാമും എല്ലാം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സെറ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പറഞ്ഞ പോലെ കർഷകരെ ഇനി നമ്മൾ സഹായിക്കാനുള്ളൊരു ഭാഗ്യം ഒക്കെ അനുശ്രീക്ക് ഉണ്ടാകട്ടെ. അതുപോലെ എവിടെ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും അനുശ്രീയുടെ പേര് അവിടെയുള്ള ആൾക്കാർ ഓർത്തിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും.